ജിജി ജോസഫ്, ബി.ജെ.പിക്ക് വഖഫ് നിയമ ഭേദഗതിക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയൊരു നല്ല വിഷയമായി മാറിയിരിക്കുകയാണ് മുനമ്പം, അല്ലേ? നിങ്ങൾ മുതലെടുപ്പുകാർ എന്ന ഇപ്പോൾ ലീഗ് പ്രതിനിധി പ്രതികരിച്ചല്ലോ, എന്താണ് പറയാനുള്ളത്? ലീഗ് പ്രതിനിധി മാത്രമല്ല, തുടക്കത്തിൽ സ്മൃതി മാഡം പറഞ്ഞപ്പോഴും മുതലെടുപ്പുകാരാണ് സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ആ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ മുനമ്പം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ വഖഫ് ബില്ല് കൊണ്ടുവന്നത്, അല്ലല്ലോ. മുനമ്പ് പ്രശ്നമില്ലെങ്കിൽ വഖഫ് ബില്ല് കൊണ്ടുവരികയും ചെയ്യും, വഖഫ് ബില്ല് പാസ്സാവുകയും ചെയ്യും. പിന്നെ വഖഫ് ബില്ല് പാസ്സാക്കാൻ വേണ്ടി ഞങ്ങൾ മുനമ്പത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ. 2.5 കൊല്ലം ഈ പാവങ്ങൾ ഈ രാജീവിനെ കാണും, ഏജിയെ കാണാൻ പോകും, തിരുവനന്തപുരത്ത് പോകും, ഫസ്റ്റ് ഫ്ലോറിൽ കയറും, ഗ്രൗണ്ട് ഫ്ലോറിൽ വരും. ഇങ്ങനെ ഈ പാവങ്ങൾ നടന്നത് എനിക്കറിയാം. ഞങ്ങളുടെ ലോക്സഭാ സ്ഥാനാർത്ഥി അവിടെ ചെന്ന് ക്യാമ്പയിന് പങ്കെടുത്ത 3 സ്ഥാനാർത്ഥി കൂടെ ക്യാമ്പയിന് പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് ഇവർ ചോദ്യം ചോദിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ തോറ്റാലും ജയിച്ചാലും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ 2.5 കൊല്ലം ഈ പാവങ്ങളെ നടത്തിയിട്ടിരിക്കുക. ഞങ്ങൾ ഇവരോട് ചോദിച്ചു, ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങട്ടെ എന്ന്. അങ്ങനെ ഇവരുമായി ആലോചിച്ചതിന് ശേഷം ബെനി ജോസഫ് അവിടെ ഇരിപ്പുണ്ടല്ലോ, ചോദിച്ചു നോക്ക്. ആലോചിച്ചതിന് ശേഷം ഈ സമരത്തിന് ഇറങ്ങിയത്. ഞങ്ങൾ ഈ മുതലെടുപ്പിനൊന്നുമില്ല, നിങ്ങളത് ചെയ്തു കൊടുത്തോ. UDF LDF ഇപ്പം എന്താ LDFിൻ്റെ ആളെന്താ പറഞ്ഞത്? KPA മജീദ് നിയമസഭയിൽ എന്താ പറഞ്ഞതെന്ന്. KPA മജീദ് നിയമസഭയിൽ എന്താ പറഞ്ഞത്? ഷാഫി ചാലിയം എന്താ പറഞ്ഞത്? അത് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. ഇത് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഇത് വഖഫിൻ്റെ ഭൂമിയാണ്, ഇത് തിരിച്ചു പിടിക്കാനുള്ള സ്ഥിതി ഉണ്ടാവണം എന്നാ പറഞ്ഞത്. അപ്പോൾ അരുൺകുമാറിൻ്റെ പാർട്ടിക്കാരൻ്റെ മന്ത്രി എന്താ പറഞ്ഞത്? ഇത് ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും. ഇത് ഈ പാവങ്ങളിൽ നിന്ന് ഇപ്പം പൈസ മേടിക്കുന്നത് എന്തിനാണെന്ന് അറിയുമോ? ഇത് സർക്കാരിലേക്കുള്ള നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി മേടിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇവരെ പറ്റിച്ചു തരാം. ഇവരെ ഇപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് ഈ കമ്മീഷൻ വെച്ച് എന്തിനാ? AGക്ക് അറിയില്ലായിരുന്നോ? നിയമോപദേശം കൊടുത്ത AGക്ക് അറിയില്ലായിരുന്നോ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റില്ലെന്നോ? ഇത് വഖഫ് ഭൂമിയല്ല എന്ന് ഒരാൾ പറയുകയും വഖഫ് ഭൂമിയെ തന്നെയാണ് എന്ന് ലീഗിൻ്റെ 2 സ്റ്റാൻഡില്ലേ? ഒരാൾ പറയുന്നത് വഖഫ് ഭൂമിയല്ല, അടുത്ത് വഖഫ് ഭൂമി. VD സതീശൻ എന്താ പറഞ്ഞത്? 1.5 കൊല്ലമേ ഉള്ളൂ, നിങ്ങൾ ക്ഷമിക്ക്. 1.5 കൊല്ലം കഴിഞ്ഞാൽ ഞങ്ങൾ വരും. ഞങ്ങൾ വന്നാൽ 10 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കും. സുധാകരൻ പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീർക്കും. എന്തിനാണ് ഈ പാവങ്ങളെ ചുറ്റിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ എന്ത് മുതലെടുപ്പ് നടത്താൻ? നിങ്ങൾ ഈ പാവങ്ങൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സ്ഥിതിയായി 2.5 കൊല്ലം നടത്തിയപ്പോഴല്ലേ ഞങ്ങൾ എൻ്റർ ചെയ്തേ. ഞങ്ങളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എൻ്റർ ചെയ്തേ. ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് എന്ത് മുതലെടുപ്പ്? അവിടെയൊക്കെ പരമ്പരാഗതമായി അവർക്ക് ഓരോ രാഷ്ട്രീയമുണ്ട് സാർ. അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കിയാലറിയാം. അത് BJP രാഷ്ട്രീയമൊന്നുമല്ല. നിങ്ങളത് റിപ്പോർട്ടറിൻ്റെ ആളുകൾ അവിടെ പോയിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ പ്രശ്നം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നൊന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് തടത്തിക്കളയാൻ നോക്കണ്ട. ഞങ്ങൾക്കൊരു മുതലെടുപ്പുമില്ല. ഞങ്ങൾ എന്ത് മുതലെടുപ്പ് നടത്തിയെന്ന് പറയുന്നത്? പിന്നെ അവിടെ എന്തിനാ വിഭാഗീയത? ഒരു സമൂഹം കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ, ആ സമൂഹം സമരം ചെയ്യുമ്പോൾ വിഭാഗീയത അപ്പുറത്തെ വശം ആരാണ്? എന്താണ് വിഭാഗീയത? പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് മുഴുവനും എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞതും അവരെ കളിപ്പിച്ചതുമാണ് ഇവിടുത്തെ പ്രശ്നം. ഈ മുനമ്പം പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ വഖഫ് ബില്ല് വരുന്നത്? ഈ മുനമ്പം പ്രശ്നത്തിൽ ഇവർ ആകുലപ്പെടേണ്ടത് മുൾമുനയിലാണോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ മുൻമുനയിലാക്കപ്പെടുന്നത് ഇവിടുന്ന് ജയിച്ചു പോയ ഹൈബി ഈഡൻ എന്ത് പറയാൻ പോകുന്നു? ബില്ല് വരാൻ പോവുകയാണ്. എന്താണ് പറയാൻ പോകുന്നത്? ഫ്രാൻസിസ് ജോർജ് എന്താണ് പറയാൻ പോകുന്നത്? ജോസ് കെ മാണി, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ്, ഇങ്ങനെ ഒരുപാട് MP മാരുണ്ടല്ലോ, ശശി തരൂർ. ഇവരൊക്കെ ചെന്നിട്ട് ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് പറയാൻ പോകുന്നത്? അതാണ് ഇവരെ മുൾമുനയിലാക്കുന്ന കാര്യം. അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു BJP അവിടെ വന്ന് ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് ഈ സമരം ആകെ മുതലെടുപ്പും ഈ സമരം ആകെ കുഴപ്പമുണ്ടാക്കുന്ന സമരവും ഇവിടുത്തെ നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കുകയും നാട്ടിൽ മുഴുവൻ ആളുകൾ തമ്മിൽ വിഭജിക്കും. എന്തിനാണ് വിഭജനം? ഒരു ജനവിഭാഗം അവർക്ക് ജിജി ജോസഫ്, ഈ കാര്യത്തിൽ BJPയിൽ 2 തട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. BJP എറണാകുളം ജില്ലാ കമ്മിറ്റി മുനമ്പത്ത് നടത്തിയ ഒരു പരിപാടിയിലും താങ്കൾ പങ്കെടുത്തില്ല എന്നൊരു വിമർശനം നിങ്ങൾക്കകത്തു നിന്ന് തന്നെ കിട്ടിയിരിക്കുന്നു. അപ്പോൾ താങ്കൾ സ്വന്തം നിലയ്ക്ക് പരിപാടി നടത്തുകയാണ് ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാമോ?
BJP അങ്ങനെ രണ്ട് വിഭാഗമൊന്നും ഇല്ലെന്നേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ല, താങ്കൾ എറണാകുളം ജില്ലാ കമ്മിറ്റി മുനമ്പത്ത് നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. താങ്കൾ സ്വന്തം നിലയ്ക്ക് വേറെ പരിപാടി നടത്തിയോ? അല്ല, സ്വന്തം നിലയ്ക്ക് ഈ പാർട്ടിക്കകത്ത് ഒരു പരിപാടി നടത്താൻ പറ്റില്ല. വീട്ടിൽ പോയി നടത്താൻ പറ്റും സ്വന്തം നിലയ്ക്കുള്ള പരിപാടികൾ. അല്ലാതെ ഈ പാർട്ടിയിൽ സ്വന്തം നിലയ്ക്ക് ഒരു പരിപാടി നടത്താൻ പറ്റില്ല. പാർട്ടിയുടെ ഘടന അനുസരിച്ച് ന്യൂനപക്ഷ മോർച്ച ഒരു പരിപാടി വയ്ക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റിനോട് അനുവാദം വാങ്ങും, സംസ്ഥാന പ്രസിഡന്റിനെ അറിയിക്കും, ജില്ലാ പ്രസിഡന്റിനോട് പറയും, ജില്ലാ പ്രസിഡന്റും പങ്കെടുക്കും. ഇങ്ങനെയാണ് പരിപാടി നടത്തിയിട്ടുള്ളത്. ഇനി അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വേറെ കാര്യമൊന്നും ചേർക്കാൻ നോക്കണ്ട. ഓരോ സമയത്തും ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഏത് ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടികൾ, ഞാനിവിടെ ഉണ്ടായിട്ടുള്ള പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ന്യൂനപക്ഷ മോർച്ചയുടെ ഓൾ ഇന്ത്യ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഡൽഹിയിലാണെങ്കിൽ ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവില്ല. കെ സുരേന്ദ്രേട്ടൻ അവിടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ വന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാനന്ന് ഡൽഹിയിലാണ്. ശരി. ഞാൻ സുരേന്ദ്രേട്ടനെ വിളിച്ച് അനുവാദം ചോദിച്ചു, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പ്രസിഡന്റ് അനുവാദം തന്നു. അല്ല, നിർബന്ധമായിട്ട് താങ്കൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഏത് പരിപാടിയും ക്യാൻസൽ ചെയ്ത് ഞാൻ തിരിച്ചു വരും. ഇതൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ വിചാരിക്കുന്ന പോലെ കോൺഗ്രസിനെ പോലെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളതുപോലെ, അല്ലെങ്കിൽ ബാക്കിയുള്ള സംഘടനകളെ പോലെയൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ പറ്റുന്ന പാർട്ടി എന്ന് വിചാരിച്ചോ? അതൊന്നും ഇല്ലെന്നേ. അതൊന്നും പ്രത്യേകിച്ച് ഇനി അതിൻ്റെ അകത്ത് കൃത്യമായി പറയേണ്ട ആവശ്യമില്ല. എല്ലാ പരിപാടിയിലും പാർട്ടി ഞാൻ നടത്തിയ പദയാത്ര അവിടെ ചെന്ന് എത്തുമ്പോൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷൈജു അവിടെയുണ്ട്. താങ്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ നടത്തിയ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടി നടത്തിയ പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തിട്ടില്ലെന്നും താങ്കൾ സ്വന്തമായിട്ട് പരിപാടി നടത്തിയെന്നും പറയുന്നത് താങ്കളുടെ പാർട്ടി തന്നെയാണ്. സ്വന്തമായി അതാരാ പറഞ്ഞു? നിങ്ങൾ ആ ബൈറ്റൊന്ന് കാണിച്ചു. ബൈറ്റോ? വിവരം തന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോ ചോദിച്ചത് ഉടനെ ബൈറ്റാണോ? അത് ആര് വിവരം തന്നു? ആരാണ് വിവരം തന്നത്? സോഴ്സസ്. നിങ്ങളെ ആരെങ്കിലും ഒക്കെ വിവരം തരുന്നതിന് ഞാൻ ഉത്തരവാദിയല്ലല്ലോ. നിങ്ങളതൊക്കെ ഞാൻ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ അവിടെ ജോസഫ് ബെന്നിരിപ്പുണ്ട്, ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ന്യൂനപക്ഷ മോർച്ചയുടെ പേരിൽ നടത്തിയ പദയാത്രയിൽ അവിടെ വന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നോ? ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റായ താങ്കൾക്ക് BJP ജില്ലാ കമ്മിറ്റിയുമായി തർക്കമുണ്ടോ? ശ്രീ വി മുരളീധരൻജി അവിടെ വന്ന പരിപാടിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാവാതിരുന്ന ഏക പരിപാടി സി കൃഷ്ണകുമാർ പങ്കെടുത്ത പരിപാടിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാകാതിരുന്ന പരിപാടി, ഒന്ന് സുരേഷ് ഗോപി പങ്കെടുത്ത പരിപാടിയിലുണ്ടായില്ല, 2 കെ സുരേന്ദ്രൻ ചേട്ടൻ പങ്കെടുത്ത പരിപാടിയിലുണ്ടായില്ല. ശരി. ഈ 2 പരിപാടിയിൽ മാത്രമേ ഞാൻ ഉണ്ടാവാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ പരിപാടിയിലും ഉണ്ടായിരുന്നു. പിന്നെ സെക്രട്ടേറിയറ്റ് ധർണ നടന്നപ്പോൾ ഈ ജില്ലയല്ലല്ലോ, അന്ന് ആ ജില്ലയുടെ പ്രസിഡന്റ് പങ്കെടുത്തു. സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന ജില്ലയുടെ പ്രസിഡന്റ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.